ഹലോ ഗായ്സ്, അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 രണ്ടാമത്തെ ദിവസം എന്താണ് സംഭവിച്ചത്? രണ്ടാമത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങൾ ഞാനിവിടെ പറയാം. വേറൊന്നുമല്ല, നമ്മുടെ അനീഷാണല്ലോ ഇപ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. ആ അനീഷിന് ക്യാപ്റ്റൻസി കിട്ടിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം വന്നു എന്നൊരു ഡൗട്ട് പല സീനിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അദ്ദേഹം ആരെയും വില വെക്കുന്നില്ല, ആര് പറയുന്നതും കേൾക്കുന്നില്ല, അദ്ദേഹം പറയുന്നത് മാത്രമേ മറ്റുള്ളവർ കേൾക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഗമ നമ്മുടെ അനീഷ് ബ്രോന് ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിച്ചേക്കണം. മറ്റുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ 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 കറങ്ങി നടക്കുക, മേലോട്ട് നോക്കിയിട്ട് നടക്കുക എന്നല്ലാണ്ട് ഒരു വാ തുറന്നുള്ള ഒരു അക്ഷരം മിണ്ടത്ത് പോലും ഇല്ല. ഈ ചില പട്ടികൾ കണ്ടിട്ടുണ്ടോ? മുതലാളിമാരെ എടുത്തിരിക്കുന്ന സമയത്ത് ഭയങ്കര കൊരയായിരിക്കും, മുതലാളിയുടെ അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ സൈലന്റ് ആവുന്ന പട്ടി. അതുപോലെ ഒരു സ്വഭാവമാണ് നമ്മുടെ അനീഷ് ബ്രോനെ ഞാൻ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോ അങ്ങനെ ഒരു സംഭവം, അതായത് ആ ഒരു ഗമയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് അനീഷ് ബ്രോയുടെ വേറൊരു സംഭവം കൂടി വരുന്നത്. എന്ത്? മലയാള ഭാഷയെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടായി. ആ ഒരു അവഹേളനത്തില് ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കണം നമ്മുടെ അനീഷ് ബ്രോ. ആരോടാണ് ചൂടാവുന്നത്, എന്താണ് അയാൾ ചെയ്യുന്നത് എന്നൊരു പീഡിയും കിട്ടുന്നില്ല. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ക്യാപ്റ്റൻസി കിട്ടി, ആദ്യമായിട്ട് ക്യാപ്റ്റൻസി കിട്ടിയ ആളാണ് എന്നുള്ള നിലക്കുള്ള ഒരു അഹങ്കാരമാണോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് വേറെ കഥയൊന്നുമില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുന്നു, എന്നിട്ടൊരു കഥയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആ എന്താ പറയാ, പ്രൊവോക്ക് ചെയ്ത ആൾക്കാർ തിരിച്ച് സംസാരിക്കുന്ന സമയത്ത് പൊട്ടന്റെ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പേട നടക്കുക, ആരെയും സംസാരിക്കാൻ നിൽക്കാത്തൊരു അവസ്ഥയിലാണ് വരുന്നത്. അതിലിടക്ക് ഈ ഒരു മലയാള ഭാഷയുടെ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ അപ്പാനി ശരത്തും അനീഷും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു വാക്കുതർക്കമൊക്കെ ഇങ്ങനെ ഒരു നല്ല രീതിയിൽ കഴിഞ്ഞ് ഒന്ന് അവസാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മള് അനുമോള് ഡോക്ടർമാരെ എല്ലാവരെയും അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് വരുന്നത്. അങ്ങനെ ഷാനവാസും അനുമോളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മുടെ ഷാനവാസ് ചുമ്മാ അനുമോളെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ തന്നെ അനുമോള് കരഞ്ഞ് മെഴുകി വൃത്തിയേടാക്കി അവിടെ ഇവിടെ ഒക്കെ പോയിരുന്ന് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്, ക്യാമറ ഫോക്കസിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റിലോട്ട് ആ ഒരു സംഭാഷണം വന്നപ്പോ നമ്മുടെ ഷാനവാസ് ചുമ്മാ അനുമോള് കരയില്ല എന്ന് പറഞ്ഞപ്പോ അനുമോളെ കരയിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള രീതിയിലോട്ട് മാറുകയും ആ ഒരു സംഭാഷണത്തിന്റെ ഇടയ്ക്ക് അക്ബറും നമ്മുടെ ഷാനവാസും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് മാമൻ വന്നിട്ട് പറഞ്ഞത്, അതെ നമുക്കൊരു പണിപ്പുര സംഭവം തന്നിട്ടില്ലേ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വേണ്ടേ, അത് ചുമ്മാ പണിപ്പുര വെറുതെ ഇങ്ങനെ വെച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പണിപ്പുര ടാസ്കിലോട്ട് ആരൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് എല്ലാവരും കൂടിയിട്ട് അക്ബറിനെയും ആദില, നൂറ, ഈ 3 പേരെയും, അതായത് അവര് ആദില നൂറ ഒരു ഒറ്റ കണ്ടസ്റ്റന്റ് ആണ്, അക്ബറും. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ അക്ബറിനെയും ആദില നൂറിനെയും എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അപ്പാനി വന്നിട്ട് നമ്മുടെ ഹിന്ദിക്കാരിയോട് പറയുന്നത്, എടി കൊച്ചേ, ഇതൊരു പ്രോഗ്രാമാണ്. അപ്പൊ ഈ പ്രോഗ്രാമില് എല്ലാവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് അതിനൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നീ ചുമ്മാ ഈ ഫാഷൻ ഷോക്ക് വന്ന പോലെ കുറെ മേക്കപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ കാണുന്നില്ല. നീ ഞങ്ങൾ കൂടെ ആരുടെ കൂടെയും ഒരു മിങ്കിളാവാതെ ചുമ്മാ അങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ചുമ്മാ ഒന്ന് നമ്മുടെ അപ്പാനി ഒന്ന് നമ്മുടെ ഹിന്ദിക്കാരി കൊച്ചിനോടൊന്ന് പറഞ്ഞു തുടങ്ങിയില്ലേ അവള്, നിങ്ങളൊക്കെ ഗുണ്ടകളാണെങ്കിൽ ഞാനൊരു കുണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പറയുന്നത് കുണ്ടി എന്നുള്ളത് ഇവിടെ ഒരു വേർഡില്ലാത്ത കാരണം കൊണ്ട് മുപ്പയാൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മലയാളത്തിന് കുറച്ച് കുറവ്, അതായത് മലയാളം അത്രയും അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അറിയാവുന്ന രീതിയിൽ കുണ്ടി എന്ന് പറയുന്നുണ്ട് അവള്. കാരണം വേറെ ഒന്നല്ല, നിങ്ങൾ ഗുണ്ടയാണെങ്കിൽ ഞാനൊരു കുണ്ടിയാണ് എന്നൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ലാസ്റ്റ് അതൊക്കെ മാറി വേറെ രീതിയിലോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഹിന്ദിക്കാരി കൊച്ച് നമ്മുടെ അനുമോളെ ചൂലടിപ്പിക്കാൻ പഠിപ്പിക്കുന്നത്. അതായത് അനുമോളിൽ നിന്ന് അടിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ ഹിന്ദിക്കാരി കൊച്ചിന് മനസ്സിലായി ഇവള് ചോകനെയൊന്നും അടിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ആ ഒരു കാര്യം ഞാൻ പറയാട്ടോ, നമ്മളെ ഹിന്ദിക്കാരി കൊച്ച് എന്താ ഗസലീന് നന്നായിട്ട് തന്നെ ഈ അടിച്ചു വരുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അനുമോൾക്ക് ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അനുമോള് വന്നിട്ട് നമ്മുടെ ഗസലിയോട് പറയുന്നുണ്ട് ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വഴക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞു പോകുന്നുണ്ട്. ആ കഴിഞ്ഞു പോയതിന് ശേഷമാണ് ഈ പണിപ്പുര ഗെയിം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. പണിപ്പുരയിലെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു നിശ്ചിത സമയം,
അതായത് ഈ ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. ആ സമയത്തിന്റെ ഉള്ളിൽ തന്നെ അതിനുള്ളിലുള്ള സാധനങ്ങൾ എടുത്ത് പുറത്തോട്ട് വരണം എന്നുള്ളതായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചീട്ട് എടുത്തപ്പോൾ 16 സെക്കൻഡാണ് അവർക്ക് കിട്ടിയത്. 16 സെക്കൻഡിനുള്ളിൽ അവർക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിലുള്ള സാധനങ്ങൾ എടുത്ത് ആ ഒരു സെക്കൻഡ് കഴിയുന്നതിന് മുന്നേ പുറത്തു വരണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ടാസ്ക് ആരംഭിച്ചു. ഇവർ 3 പേരും അകത്തോട്ട് കടന്നിട്ട് കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരി പുറത്തോട്ട് വരുമ്പോഴേക്കും ഓൾറെഡി സമയം കഴിഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വന്ന് ഇവര് ഒന്ന് ജനറൽ ഒന്ന് പേഴ്സണൽ എന്ന് പറയുന്ന 2 സംഭവം ഉണ്ട്. അതിൽ ജനറലിൽ കൊണ്ടുപോയിട്ട് ഇട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ എടുത്തു വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു അവരോട്, അതായത് മക്കളെ, നിങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തല്ലോ, കൺഗ്രാചുലേഷൻ എന്ന് പറഞ്ഞപ്പോ എല്ലാരും താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ആഡംബരം നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞു, മക്കളെ, നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഇത്ര സമയത്തിനുള്ളിൽ ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് വരണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ്. പക്ഷെ ഇവന്മാര് ആ സാധനങ്ങളൊക്കെ എടുത്തപ്പോഴും അതിന്റെ അകത്ത് തന്നെയായിരുന്നു സമയം കഴിഞ്ഞിട്ട്. അത് പോരാണ്ട് ഇവരൊരു മണ്ടത്തര കൂടിയും ചെയ്തു. ഈ പോയിന്റിലുള്ള സാധനങ്ങൾ മാത്രമാണ് എടുക്കാൻ പാടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവര് കയ്യിൽ കിട്ടിയതൊക്കെ വാരിയെടുത്തു. അപ്പൊ ബിഗ് ബോസ് ചോദിച്ചു, ഇത് ആരെ ബുദ്ധിയായിരുന്നു? അപ്പൊ പറഞ്ഞത് ഇവിടെ എല്ലാരും കൂടിയിട്ട് പറഞ്ഞപ്പോ ഞങ്ങൾ അത് ഏറ്റെടുത്ത് ചെയ്തതാണ്. അപ്പൊ തന്നെ നമ്മുടെ മാമൻ പറഞ്ഞു, മക്കളെ, അങ്ങനെയുള്ള ഫ്ലോപ്പ് ആയിട്ടുള്ള ചിന്തകളുമായിട്ട് ഇനി വരാൻ നിൽക്കരുത്. അടുത്ത വട്ടം വരുമ്പോ നല്ലോണം വന്നേക്കണം എന്ന് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ നവീൻ ബ്രോയുടെ ഒരു കള്ളത്തരം. നവീൻ ബ്രോ നൈസായിട്ട് അകത്ത് കയറിയിട്ട് ആരുടെ പെട്ടിയാണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു വേറെ ആരുടെ പെട്ടി അടിച്ചു മാറ്റി, അവിടെ തന്നെ അടിച്ചു മാറ്റിയിട്ട് ആ പെട്ടിനെ നമ്മുടെ കട്ടിലിന്റെ അടിയിലോട്ട് കൊണ്ടുപോയി ഒരു ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടിട്ട് എന്തോ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അത് എന്തോ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നത് നവീൻ ബ്രോ അത് ചെയ്തിരുന്നത്. കണ്ടോ, ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞപ്പോ അടുക്കളയിൽ അതാ വേറൊരു ചർച്ച. നമ്മുടെ അനുമോളും ഇതേ നമ്മുടെ ഹിന്ദിക്കാരി കൊച്ചും തമ്മിൽ ചായയുടെ പേരും പറഞ്ഞിട്ട് ചായക്ക് കട്ടിയില്ല, ചായക്ക് കടുപ്പല്ല എന്ന് പറഞ്ഞിട്ടുള്ള അടി വേറെ. ആ ഒരു അടിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ഓക്കെ ആയിരിക്കുന്ന സമയത്ത് മാമൻ അടിയൊക്കെ കഴിഞ്ഞല്ലോ, എന്നാ പിന്നെ ഒരു 2-3 എണ്ണത്തിന് നമുക്കൊന്ന് ചവിട്ടി പുറത്താക്കിയാലോ, എന്നാലല്ലേ നമുക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ആലോചനയില് ബിഗ് ബോസ് മാമൻ നേരെ തന്നെ ഒരു ടാസ്ക് കണ്ട് കൊടുക്കുകയാണ്. അടുത്തൊരു ടാസ്ക്. ആ ടാസ്കില് എവിക്ഷനും ഉണ്ട്. ആ ടാസ്കില് എവിക്ഷൻ കൂടിയുണ്ട്. എന്താണ് ആ ടാസ്ക് എന്നല്ലേ? അതായത് ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന 4 പേരെ തിരഞ്ഞെടുക്കണം. ആ 4 പേരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരെ പുറത്താക്കി അവിടെ ഒരു കട്ടിലും ഇട്ട് കൊടുത്തിട്ട് അവിടെ കിടന്നോളാം പറയും. അതായത് ഒരു 4 പേരെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് ഒരു കട്ടിൽ കൊടുത്തിട്ട് അതിൽ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഉറങ്ങിയാൽ വേറെ മറ്റ് പാർട്ടിസിപ്പന്റുകൾക്ക് കൂടിയിട്ട് ഈ ഉറങ്ങുന്ന ആളെ അവിടെ ഒരു റെഡ് സോൺ ഉണ്ട്. ആ റെഡ് സോണിലോട്ട് ഈ ഉറങ്ങുന്ന ആൾ അതുപോലെ തന്നെ എടുത്ത് റെഡ് സോണിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അയാള് എവിക്ഷനായി പുറത്താക്കപ്പെടും എന്നുള്ളതായിരുന്നു ഗെയിം. അങ്ങനെ ആ ഒരു ഗെയിമിലോട്ട് ലാസ്റ്റിൽ തെരഞ്ഞെടുക്കുന്നത് ഒന്ന് ഷാനവാസ്, സൈത്യ, ജിസില്, പിന്നെ ബിൻസി. ഇവര് 4 പേരെയും തെരഞ്ഞെടുക്കും. ഇവര് 4 പേരെയും തിരഞ്ഞെടുത്ത് ഇവരെ ഒരു സമയം, അതായത് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ മോർണിംഗ് വരെയാണ് അവർക്ക് ടാസ്ക് കൊടുത്തിട്ടുള്ളത്. ആ ടാസ്കിന്റെ ഉള്ളിൽ ആരെങ്കിലും ഈ പറഞ്ഞ റെഡ് സോണിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവർ എവിക്ഷനായിട്ട് പുറത്താക്കപ്പെടും. ആ സംഭവമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ രേണു ചേച്ചി അവിടെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. ആ രേണു ചേച്ചിനെ ചുമ്മാണ്ട് ചൊറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നവീൻ ബ്രോ ചെന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ മോന്ത കണ്ടു കഴിഞ്ഞാല് ഉറക്കാൻ തോന്നും, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നവീൻ ബ്രോ പറഞ്ഞപ്പോ നമ്മുടെ രേണു ചേച്ചിയല്ലേ ഇതൊക്കെ കേട്ട് നിൽക്കുവോ? നേരെ രേണു ചേച്ചി, എടാ എന്നാ വാടാ വന്ന് ഒഴുതടാ, ഞാൻ നിന്ന് തരാടാ നിനക്ക് ഒഴുതാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയ നവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നും ഒരു രസമൊന്നുമില്ല. അങ്ങേര് വേറെന്തോ ടൈപ്പിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ രേണു ചേച്ചി കട്ടക്കനെ നിന്നിട്ട് നമ്മുടെ നവീൻ ബ്രോനെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വാടാ വന്ന് തേക്കടാന്നൊക്കെ എന്ന രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് അവിടെ ആ ഒരു പ്രോബ്ലം ചെറിയ രീതിയിൽ വന്ന് അതണ്ട് അവസാനിച്ചു. അത് അവസാനിച്ചിരിക്കുന്ന സമയത്ത് ഇവരാരും ഒന്നും അറിയാതെ നൂറയും ആദിലയും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ നൂറ ആദിലയോട് പറയുന്നുണ്ട്,
അതെ, നീ എന്താണ് എന്നോട് ഇപ്പൊ കോമഡി ഒന്നും പറയാത്തത്, എന്താണ് നീ എന്നെ സ്നേഹിക്കാത്തത്, നീ എന്തോ ഒരു അകൽച്ചയുള്ള പോലെ തോന്നുന്നു, അല്ലെങ്കിൽ നീ എന്നോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയായിരുന്നു. ഇനി ബാക്കി എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. ഇപ്പൊ ബൈ.